ഭാഗം 1. പുസ്തകം 2. അധ്യായം 2. മതങ്ങളെപ്പറ്റി സ്വർലോകരാജ്ഞി നൽകിയ ഉപദേശം. ദൈവാലയത്തിൽ അവിടുത്തെ ആദ്യകാലങ്ങൾ. എന്റെ പ്രിയപുത്രി, ആചരിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ നീ ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. നീ ഏറ്റവും ശ്രദ്ധയോടെ ഇവ ശ്രവിക്കുകയും പാലിക്കുകയും ചെയ്യുക. എന്റെ മകനെ, നിന്റെ സുഹൃത്തിനു വേണ്ടി നീ ജാമ്യം നിൽക്കുമ്പോൾ നിന്റെ തന്നെ വാക്കുകളാൽ ഏതോ ഒരുവന് നീ ബന്ധനസ്ഥനായിരിക്കുന്നു. സുഭാഷിതം 6:1. ഇപ്രകാരം ദൈവത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം വാക്കു നൽകിയാൽ അവിടുത്തെ ഇഷ്ടം മാത്രം ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ അവന്റെ വാക്കുകളാൽ അവൻ വ്രതങ്ങൾക്കും ദൈവത്തിനും ബന്ധനസ്ഥനാണ്. വ്രതവാഗ്ദാനം നടത്തുന്നതുവരെ സ്വതന്ത്രനായിരുന്ന അവൻ വാഗ്ദാനങ്ങൾക്കു ശേഷം ദൈവത്തിന് തന്റെ നേതാക്കൾ വഴി സമർപ്പിതനാകുന്നു. ഇച്ഛാശക്തിയെ എപ്രകാരം ഉപയോഗിക്കുന്നു എന്നതിലാണ് അവന്റെ രക്ഷയും ശിക്ഷയും അടിസ്ഥാനമായിരിക്കുന്നത്. കൂടുതൽ പേർ തിന്മയുടെ മാർഗം സ്വീകരിക്കുക വഴി ആത്മാവിന്റെ നിത്യനാശത്തിന് കാരണമാകുന്നതിനാൽ പരിശുദ്ധ വ്രതങ്ങളിൽ കേന്ദ്രീകൃതമായ സമർപ്പിത ജീവിതം ദൈവം സ്ഥാപിച്ചു. ഇപ്രകാരം സൃഷ്ടികൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്താൽ ജീവിതത്തിൽ ഒരിക്കൽ നല്ല തീരുമാനം കൈക്കൊള്ളുകയും ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സർവേശ്വരന് പ്രീതിപാത്രങ്ങളാവുകയും ചെയ്യാവുന്നതാണ്. വ്രതവാഗ്ദാനങ്ങളാൽ സാൻമാർഗിക ജീവിതത്തിന് ആവശ്യമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും തിന്മയുടെ ജീവിതത്തിന് അവസരം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഈ വ്രതങ്ങൾ അപകടങ്ങൾ ഒഴിവാക്കി നേർവഴി കാട്ടിത്തരുന്ന മാർഗരേഖ പോലെയാണ്. മോഹവലയത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെടുന്ന ആത്മാവിന് അവയെ ജയിക്കാനുള്ള ശക്തി നൽകപ്പെടുകയും അവളുടെ രാജ്യത്ത് രാജ്ഞിയായിരുന്നു കൊണ്ട് കൃപയ്ക്കും പരിശുദ്ധാരൂപിയുടെ പ്രേരണകൾക്കും മാത്രം വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാനും സാധിക്കുന്നു. അവൾ തന്റെ ഇച്ഛയെയും മനസ്സിനെയും ദൈവത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ മാത്രം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ അവളുടെ സകല ചലനങ്ങളും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. അടിമത്തത്തിൽ നിന്ന് ദൈവപുത്രസ്ഥാനത്തേക്കും നശ്വരതയിൽ നിന്ന് സ്വർഗീയ ജീവിതാന്തസ്സിലേക്കും അവൾ ഉയർത്തപ്പെടുമ്പോൾ പാപത്തിന് അവളുടെ മേൽ സമ്മർദ്ദം ചെലുത്താനാവില്ല. തങ്ങളുടെ ജീവിതാന്തസ്സിലെ വ്രതങ്ങൾ കൃത്യതയോടെ പാലിക്കുന്നവർക്ക് ലഭിക്കുന്ന വരങ്ങൾ എത്രയെന്ന് ഈ ജീവിതത്തിൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അവർ രക്തസാക്ഷികളെക്കാളും അധികമായി അനുഗ്രഹങ്ങൾക്ക് അർഹരാകുമെന്ന് ഞാൻ നിന്നോട് സുനിശ്ചിതമായി പറയുന്നു. സമർപ്പിതർ പാലിക്കേണ്ട നിയമാവലി. വ്രതങ്ങളും അവയുടെ പുണ്യങ്ങളും കൃത്യതയോടെ പാലിക്കുക. അതിനുശേഷം മാത്രം അവർ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. ഈ നിയമത്തെ കൂടുതൽ മേന്മ ലഭിക്കും എന്ന വ്യാജേന പിശാചിന്റെ തെറ്റിദ്ധാരണയാൽ വളരെ പേർ തങ്ങളുടെ ഉയർച്ചയ്ക്കു വേണ്ടി ഉപയോഗിക്കുക വഴി ദൈവകൃപയിൽ നിന്ന് അകന്നു പോകാൻ കാരണമാകുന്നു. അതുകൊണ്ട് നിനക്ക് ഇപ്രകാരമൊരു കറ ഏൽക്കാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല. വ്രതങ്ങളുടെയും സമൂഹ ജീവിതത്തിന്റെയും കടമകൾ നിവർത്തിച്ച ശേഷം മാത്രമേ മറ്റു കടമകളും കർത്തവ്യങ്ങളും നീ ചെയ്യാവൂ. അതും ദൈവകൃപയുടെ പ്രേരണയ്ക്കും നിന്റെ കഴിവിന് അനുസൃതവുമായവ മാത്രം. ഇവ രണ്ടും ചേർന്ന് നിന്റെ ആത്മാവിനെ സുന്ദരവും ദൈവപ്രീതിജനകവും ആക്കുകയും ചെയ്യും. സമർപ്പിത ജീവിതത്തിൽ അനുസരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാകുന്നു. എന്തെന്നാൽ സ്വന്തം സ്വാതന്ത്ര്യത്തെ ഇച്ഛയെ ത്യജിക്കുന്നതിന്റെ സമ്പൂർണതയാണ് അനുസരണം. ഈ വ്രതത്തിലൂടെ ഞാൻ ചെയ്യും ചെയ്യില്ല എന്നിങ്ങനെ തനിക്കു വേണ്ടിയുള്ള വാദങ്ങളെ പൂർണ്ണമായി ത്യജിച്ചുകൊണ്ട് തന്നെ തന്റെ ഉന്നത സ്ഥാനീയന് സമർപ്പിക്കുകയാണ്. ഈ വ്രതപൂർത്തീകരണത്തിന് സ്വന്തം ഇഷ്ടങ്ങളെ ത്യജിക്കുകയും സ്വന്തം വിചാരങ്ങളിൽ ജ്ഞാനിയല്ലാതെയാവുകയും വേണം. എന്തെന്നാൽ അനുസരണമെന്നത് വിശ്വാസ അധിഷ്ഠിതമാകണം. അതുവഴി മേൽപ്പട്ടക്കാരന്റെ തീരുമാനങ്ങൾ യാതൊരുവിധ ചോദ്യങ്ങളും വിമർശനങ്ങളും കൂടാതെ ബഹുമാനിക്കപ്പെടുകയും പാലിക്കപ്പെടുകയും വേണം. ഇപ്രകാരം അനുസരിക്കുന്നതിന് നീ നിന്നെ തന്നെ അഭിപ്രായങ്ങളില്ലാത്ത ജീവനും സംസാരശേഷിയും നഷ്ടപ്പെട്ട മൃതദേഹത്തെ പോലെ കണക്കാക്കുകയും മേൽപ്പട്ടക്കാരന്റെ ആജ്ഞാനുവർത്തിയായി സ്വയം സമർപ്പിക്കുകയും വേണം. ആജ്ഞ അനുസരിക്കണമോ വേണ്ടയോ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മറിച്ച് ആജ്ഞാപിക്കപ്പെട്ടത് ഏറ്റവും ഭംഗിയായി എപ്രകാരം അനുഷ്ഠിക്കാമെന്ന് മാത്രമേ ചിന്തിക്കാവൂ. അനുസരണത്തിന്റെ ഉദാത്തത മേൽപ്പട്ടക്കാരനെ വിസമ്മതം അറിയിക്കാതിരിക്കുക എന്നതാണ്. നിന്നിൽ അദ്ദേഹത്തിന് എതിർപ്പോ പിറുപിറുപ്പോ ദർശിക്കാൻ അവസരം നൽകരുത്. മറിച്ച് അദ്ദേഹത്തിന്റെ ആജ്ഞകൾ നീ സസന്തോഷം പരിപൂർണ മനസ്സോടെ പാലിക്കുകയാണ് വേണ്ടത്. മേൽസ്ഥാനക്കാർ ദൈവസമാനരാകയാൽ അവരെ അനുസരിക്കുമ്പോൾ നീ ദൈവത്തെ തന്നെയാണ് അനുസരിക്കുന്നത്. അവരുടെ ആജ്ഞകൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഉതകുന്നതാകേണ്ടതിന്
അവിടുന്ന് തന്നെ അവരെ നിയന്ത്രിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അവരിലൂടെ തന്റെ അഭിഷ്ടം വെളിപ്പെടുത്തുകയും തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നതിനാൽ അവരോട് കാണിക്കുന്ന എതിർപ്പ് ദൈവത്തെ എതിരിടുന്നതിന് തുല്യമാകുന്നു. സർവശക്തൻ അവരെ സവിശേഷ അനുഗ്രഹത്താൽ പ്രചോദിതരാക്കുകയും അവരിലൂടെ അവിടുന്ന് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുവെന്ന് നീ മനസ്സിലാക്കുക. എന്റെ പുത്രി, അനുസരണയുള്ളവളായിരിക്കുക. അതുവഴി നിനക്ക് നേട്ടങ്ങളുണ്ടാകും. അനുസരിക്കാൻ ഭയപ്പെടേണ്ട, അതാണ് സുരക്ഷിതമായ പാത. എന്തെന്നാൽ വിധിയുടെ ദിവസം അനുസരണയുള്ളവരുടെ കുറ്റങ്ങൾ കണക്കിലെടുക്കപ്പെടുകയില്ല. അനുസരണത്തിലൂടെ സഹിച്ച ത്യാഗങ്ങളുടെ ഫലമായി അവിടുന്ന് മറ്റു കുറ്റങ്ങളും മായ്ച്ചു കളയും. എന്റെ ദിവ്യപുത്രൻ തന്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും അനുസരിക്കുന്നവരോടുള്ള പ്രത്യേക സ്നേഹം മൂലം അവർക്കായി സവിശേഷ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു നൽകുന്നതിനായി സമർപ്പിച്ചിരിക്കുകയാൽ അനുസരണത്തിലൂടെ സകല വിജയങ്ങളും സാധ്യമാക്കാൻ അവർക്ക് പ്രാപ്തി ലഭിക്കും. സ്ലീവാ വരെയും മരണം വരെയും താൻ പിതാവിനെ അനുസരിച്ചത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് മനുഷ്യകുലത്തിനു നേരെ പിതാവിന്റെ അനുകമ്പ സാധ്യതമാക്കുന്നത്. നശ്വര വസ്തുക്കളുടെ ഭാരത്തിൽ നിന്ന് സാധാരണ രീതിയിൽ അകന്നു നിൽക്കുന്നതാണ് ദാരിദ്ര്യമെന്ന വ്രതം. മാനുഷികമായവയിൽ നിന്ന് ആത്മാവിനെ ഉയർത്തി ശാശ്വതമായ ആത്മീയ അനുഗ്രഹങ്ങൾക്കു വേണ്ടി നന്മയുള്ള ഹൃദയം നടത്തുന്ന പ്രയത്നമാണിത്. ഭൗമികമായതിനോടുള്ള ദാഹം ശമിക്കപ്പെട്ട് സകല സമ്പത്തിന്മേലും ആധിപത്യം ലഭിക്കുന്ന ഒരു പരിപൂർണ നിർവൃതിയാണത്. ദാരിദ്ര്യം എന്ന വ്രതം അനുഷ്ഠിക്കുന്നവർ മേൽപ്പറഞ്ഞതും മറ്റനേകവുമായ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാവും. പക്ഷേ ലൗകികതയെ മാത്രം കാക്ഷിക്കുന്ന ഭൂമിയുടെ മക്കൾക്ക് ഇവ അജ്ഞാതവും അനുഭവിക്കാൻ കഴിയാത്തവയുമാകുന്നു. നിദ്രാഹീനതയും അശാന്തിയും വിയർപ്പും കഷ്ടപ്പാടും നിരാശയും വിതയ്ക്കുന്ന സ്വർണവും വെള്ളിയും പോലുള്ള ലൗകിക സമ്പത്തിനെ കാക്ഷിക്കുമ്പോൾ അവ മൂലം കനത്ത ഭാരം വഹിക്കേണ്ടി വരുന്നു. മനുഷ്യ അവസ്ഥയിൽ നിന്ന് അധപതിച്ച് വന്യമൃഗങ്ങളെപ്പോലെ തിരിച്ചറിവ് നഷ്ടപ്പെട്ട് അവർക്ക് ജീവിക്കേണ്ടി വരുന്നു. സമ്പത്ത് ആർജിക്കുന്നതിന് മുൻപ് അവർ ഭാരത്താൽ വലയുന്നവരാണെങ്കിൽ അവ കൈക്കലാക്കി കഴിയുമ്പോൾ ആ ഭാരം എത്രമാത്രം കനത്തതായിത്തീരും. തങ്ങളുടെ കനവുമായി നരകത്തിൽ നിപതിച്ച പിശാചുക്കൾ അത് വിളിച്ചു പറയട്ടെ. സമ്പത്തും മറ്റും സൂക്ഷിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ആകുലതകളും ലോകത്തിനുമേൽ സമ്പത്തിന്റെ മുഷ്കിൽ അവർ അടിച്ചേൽപ്പിക്കുന്ന അസഹനീയമായ നിയമങ്ങളും അവയെ സ്വായത്തമാക്കുന്നതിനാവശ്യമായവയെ സാക്ഷ്യപ്പെടുത്തട്ടെ. ഒരു വശത്ത് സമ്പത്ത് ആത്മാവിനെ ശ്വാസം മുട്ടിക്കുകയും അനശ്വരമായതിനെയും ദൈവത്തെയും പിഞ്ചൊല്ലുന്നതിന് തടസ്സമാകുകയും ചെയ്യുന്നു. മറുവശത്ത് താൻ അനുഷ്ഠിക്കുന്ന ദാരിദ്ര്യം അവനെ സ്വാഭാവിക സ്ഥിതിയിൽ നിന്നുയർത്തുകയും വെറും അടിമയുടെ സ്ഥാനത്തുനിന്ന് മോചിച്ച് സ്വാതന്ത്ര്യവും അധികാരവും നൽകുകയും ചെയ്യുന്നുവെന്നത് നിശ്ചയമായും സത്യമാകുന്നു. ത്യജിക്കുമ്പോഴല്ലാതെ ആത്മാവ് അവയ്ക്ക് അധിപതിയാകുന്നില്ല. അപ്പോഴാണ് അവൾക്ക് അവയുടെ പ്രയോജനം കൃത്യമായി ലഭിക്കുന്നത്. ത്യജിക്കുമ്പോൾ ഹൃദയം സർവോപരി പരിശുദ്ധമാകുകയും സ്വർഗീയ നിധികൾ സ്വന്തമാക്കാൻ സന്നദ്ധമാകുകയും ചെയ്യുന്നു. സർവേശ്വരൻ നൽകുന്ന ദൈവാനുഗ്രഹങ്ങൾ അളവില്ലാത്ത തോതിൽ കൈക്കൊള്ളുന്നതിനുള്ള ശക്തിയോടെയാണ് അവിടുന്ന് മനുഷ്യഹൃദയങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജീവൻ നിലനിർത്തുക എന്ന കേവല ഉദ്ദേശത്തോടെ മാത്രമാണ് ഭൗതിക വസ്തുക്കളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മാനവർക്കിടയിൽ സമ്പത്തിനു വേണ്ടിയുള്ള ദാഹം ശാശ്വതമാകുകയും അനശ്വരമായ ആത്മാവിന്റെ സംരക്ഷണം ക്ഷണികമാവുകയും ചെയ്യുന്നത് ഒരു കാരണവശാലും യുക്തമല്ല. മനുഷ്യന്റെ മൂഢത്വത്തിന്റെയും വിവേകശൂന്യതയുടെയും ഉദാഹരണമാണ് അന്ത്യം നിശ്ചയമില്ലാത്ത തന്റെ ശരീരത്തിന്റെ പരിരക്ഷയ്ക്കു വേണ്ടി അവൻ പൂർണ്ണ ശ്രദ്ധയും പൂർണ്ണ ശക്തിയും വിനിയോഗിക്കുകയും ആത്മാവിനു വേണ്ടി തന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമപൂരിതമായ അന്ത്യനാഴിക മാത്രം നീക്കിവെക്കുകയും ചെയ്യുന്നു എന്നത്. ബ്രഹ്മചര്യം എന്ന വ്രതത്തിൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും പരിശുദ്ധി ഉൾപ്പെട്ടിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നഷ്ടപ്പെടാവുന്നതും നഷ്ടപ്പെടുന്ന രീതി അനുസരിച്ച് ശുദ്ധത വീണ്ടെടുക്കാൻ സാധ്യമാകുന്നതുമാകുന്നു. പരിശുദ്ധി എന്ന അമൂല്യനിധി വളരെ വാതിലുകളും തുറവികളുമുള്ള ഒരു മനോഹര മന്ദിരത്തിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ശരിയായ വിധത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ സംരക്ഷണം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. എന്റെ മകളെ, ഈ വ്രതം കൃത്യതയോടെ കാത്തു സൂക്ഷിക്കുന്നതിന് നിന്റെ ഇന്ദ്രിയങ്ങളുമായി അചഞ്ചലമായ ഒരു ഉടമ്പടി ഉണ്ടാക്കണം. സ്രഷ്ടാവിന്റെ മഹത്വത്തിന് ഉതകുന്ന കാരണങ്ങൾക്കു വേണ്ടി മാത്രമേ അവ ഉപയോഗിക്കൂ എന്ന് ഉടമ്പടിയിൽ വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. ഇപ്രകാരം ഒരിക്കൽ ഇന്ദ്രിയങ്ങളെ മരവിപ്പിച്ചാൽ നിന്റെ ശത്രുക്കളെ തോൽപ്പിക്കുക എളുപ്പമാകും. എന്തെന്നാൽ ബാഹ്യമായ ഇന്ദ്രിയങ്ങളിലൂടെ ഉത്തേജിക്കപ്പെടാതെ
ചിന്തകൾ ആവർത്തിക്കപ്പെടുകയോ ക്രിയാരൂപം സ്വീകരിക്കപ്പെടുകയോ ഇല്ല. ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ സ്വയം സമർപ്പിച്ചവൾ നന്മകളുടെയും പുണ്യങ്ങളുടെയും വിളനിലമാണ്. എങ്കിലും കന്യാവ്രതമെന്ന പുണ്യമാണ് അവളെ തന്റെ മണവാളനിലേക്ക് കൂടുതലായി അടുപ്പിക്കുന്നത്. എന്തെന്നാൽ ഈ വ്രതമാണ് അവളെ കൂടുതൽ സാത്വികയാക്കി അരൂപിയിൽ ദൈവത്തിന്റെ തന്നെ പ്രതിരൂപമായി ജീവിക്കാൻ സഹായിക്കുന്നത്. ഈ പുണ്യമാണ് ശരീരത്തെ സ്വാഭാവികതയിൽ നിന്നുയർത്തുന്നതും മറ്റെല്ലാറ്റിനെയും സുന്ദരമാക്കുന്നതും. മനസ്സിനെ ജ്വലിപ്പിച്ച് ആത്മാവിനെ എല്ലാ കറകളിൽ നിന്നും പരിരക്ഷിക്കുന്നതും ഈ വ്രതമാണ്. രക്ഷാകര രഹസ്യത്തിലെ ഏറ്റവും മഹത്തര ഫലമായ ഈ പുണ്യം ലോകത്തിന്റെ പാപങ്ങൾക്കു വേണ്ടി തന്നെ സമർപ്പിച്ച തന്റെ പുത്രൻ തന്റെ കുരിശിന്റെ യോഗ്യതയാൽ മഹത്വപൂർണമാക്കുകയാണ് ചെയ്തത്. ആയതിനാൽ വിശുദ്ധ ഗ്രന്ഥം കന്യകമാർ കുഞ്ഞാടിനെ അനുഗമിക്കും, വെളിപ്പാട് 14:4 എന്ന് പരസ്യമായി പ്രസ്താവിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ മണവാട്ടിമാർക്ക് ദൈവം കനിഞ്ഞനുഗ്രഹിച്ച വരമാണ് ബ്രഹ്മചര്യവ്രതം. ഇതിലൂടെ സമർപ്പിതർ ശാന്തവും സുരക്ഷിതവുമായ തുറമുഖത്ത് സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ മറ്റ് ആത്മാക്കൾ കാറ്റ് ആഞ്ഞടിക്കുന്ന കടലിൽ ദിശാബോധമില്ലാതെ ഉഴലുന്നു. ഒരു ചെറിയ മുറിയുടെ പരിധിയിലായിരിക്കുമ്പോഴും പുണ്യത്തിന്റെ വിശാലമായ കൃഷിസ്ഥലവും ദൈവജ്ഞാനവും അവിടുത്തെ അനന്തതയും അവർണ്ണനീയമായ അനുഗ്രഹങ്ങളും ഈ വ്രതത്തിന്റെ പരിധിയെ വിശാലമാക്കുന്നു. ഒരു സമർപ്പിതയ്ക്ക് ഈ വിശാലതയുടെ ആഴവും ഭംഗിയും മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ മാത്രമാണ് ഇത്രയും ഉന്നതമായ സ്വാതന്ത്ര്യം അവൾക്ക് പരിമിതിയായി അനുഭവപ്പെടുന്നത്. എന്റെ മകളെ, നിനക്ക് വേറൊരു മേച്ചിൽ സ്ഥലം ഉണ്ടാകാതിരിക്കട്ടെ. വിശാലമായ ഈ സമ്പൂർണ്ണ പ്രപഞ്ചം എത്രയോ ചെറിയ പരിധിയാണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കട്ടെ. ദൈവസ്നേഹത്തിന്റെയും ജ്ഞാനത്തിന്റെയും അപരിമിതമായ സ്വാതന്ത്ര്യത്തിലേക്ക് നീ ഉയരുകയും സൃഷ്ടിക്കപ്പെട്ട സകലതും അല്പം മാത്രമാണെന്നും ആത്മാവിനെ സ്വാധീനിക്കുക അവയ്ക്ക് അസാധ്യമാണെന്നും ദൈവത്തിന്റെ മഹനീയത മനസ്സിലാക്കുമ്പോൾ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരു അവസരത്തിൽ എനിക്ക് സർവേശ്വരൻ വിവരിച്ചു തന്നത് അവിടുത്തെ വാക്കുകളിൽ സൂചിപ്പിക്കാം. മനുഷ്യപുത്രന്റെ മാതാവാകേണ്ടവളുടെ പ്രവൃത്തികൾ ഏറ്റവും ഉത്കൃഷ്ടവും മനുഷ്യർക്കോ മാലാഖമാർക്കോ അഗ്രാഹ്യവുമായിരുന്നു. അവളുടെ ആന്തരിക സുഹൃതങ്ങൾ സെറാഫിം മാലാഖമാർക്ക് പോലും ചെയ്യാവുന്നതിലധികമായിരുന്നു. നിന്റെ വാക്കുകൾക്കു വിവരിക്കാൻ അസാധ്യമായ ഈ സുഹൃത ക്രിയകൾ നിന്റെ ആത്മാവിന് മനസ്സിലാകുന്നതാണ്. എങ്കിലും ഭൂമിയിലെ നിന്റെ ജീവിതയാത്രയിൽ നിന്റെ സന്തോഷത്തിന്റെ ഉറവിടം നീ മറിയത്തിൽ കണ്ടെത്തണമെന്ന് നാം ഇച്ഛിക്കുന്നു. ആ മരുഭൂമിയിൽ മാനുഷികവും ദൃശ്യവുമായവയെ പരിത്യജിച്ച് അവളെ പിൻചെല്ലുക. നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയുടെ സഹായത്താൽ നിന്നാലാവും വിധം നന്മയിൽ അവളെ അനുഗമിക്കുക. അവൾ നിനക്ക് മാർഗദർശകയാകട്ടെ. എന്റെ വലത്തുകരത്താൽ അവളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ നിയമങ്ങൾ അവൾ വെളിപ്പെടുത്തും. രാവും പകലും അവയെ ധ്യാനിക്കുക. അവളുടെ മധ്യസ്ഥത്താൽ ക്രിസ്തുവിന്റെ മഹത്വം എന്ന പാറ പിളർക്കുകയും. സംഖ്യ 20:11. ഈ മരുഭൂമിയിൽ അവിടുത്തെ കൃപാനദി ഒഴുകി നിന്റെ ദാഹം ശമിപ്പിക്കുകയും തെളിവ് ഉജ്ജ്വലമാക്കപ്പെടുകയും ചെയ്യും. അവൾ നിന്റെ പാദങ്ങൾക്ക് ദീപശിഖയും മോഹവലയത്തിൽ നിന്നും നിന്റെ ശത്രുക്കളുടെ ക്രൂരതയിൽ നിന്നും നിന്നെ രക്ഷിക്കുന്ന മേഘാവരണവുമായിരിക്കും. നിന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഒരു മാലാഖയെപ്പോലെ. പുറപ്പാട് 13:21. അവൾ നിന്നെ ബാബിലോണിന്റെയും സോദോമിന്റെയും അപകടങ്ങളിൽ നിന്ന് അകറ്റുക വഴി എന്റെ ശിക്ഷയിൽ നിന്ന് പരിരക്ഷിക്കും. നിന്നെ സ്നേഹിക്കുന്ന അമ്മയാണവൾ. നിന്നെ സ്നേഹിക്കുന്ന സുഹൃത്താണവൾ. വഴി കാട്ടുന്ന ഗുരുവാണവൾ. നിന്നെ സംരക്ഷിക്കുന്ന കവചമാണവൾ. നീ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ട ദാസിയാണവൾ. നിന്റെ ജീവിതത്തെ എപ്രകാരം ക്രമപ്പെടുത്തണമെന്നത് എന്റെ ഏകജാതന്റെ മാതാവ് ദേവാലയത്തിലായിരുന്നപ്പോൾ ആചരിച്ച സുകൃതങ്ങളെ കണ്ട് നീ മനസ്സിലാക്കുക. അവൾ സകല വിശുദ്ധിയുടെയും പുണ്യങ്ങളുടെയും മകുടമായിരുന്നു. കന്യാവ്രതത്തിന്റെ അലങ്കാരമായിരുന്നു. എളിമയുടെ നിറകുടവുമായിരുന്നു. അനുസരണത്തിന്റെ ഉദാത്തമായ മാതൃക. വിശ്വാസത്തിന്റെ അടിസ്ഥാനം. പ്രത്യാശയുടെ ഉച്ചകോടി. സ്നേഹത്തിന്റെ ജ്വാല. എന്റെ വലത്തുകരത്തിന്റെ എല്ലാ അത്ഭുതങ്ങളുടെയും സംഹിതയുമായിരുന്നു അവൾ. മറിയമാകുന്ന നിയമത്തിലൂടെ ജീവിതം ക്രമപ്പെടുത്തുകയും മറിയമാകുന്ന ജാലകത്തിലൂടെ അതിനെ സുന്ദരമാക്കുകയും ചെയ്യുന്നതിലൂടെ തന്റെ കർത്താവാകുന്ന മണവാളന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന വധുവിന്റെ വിശുദ്ധിയും സൗന്ദര്യവും വർദ്ധിക്കുമാറാകട്ടെ. അധ്യാപികയുടെ നന്മയും ഉദാത്തതയും വിദ്യാർത്ഥിയെ ഉത്തേജിപ്പിക്കുമെങ്കിൽ നിന്റെ ഗുരുവിനേക്കാൾ അധികമായി നിന്നെ ആകർഷിക്കാൻ ആർക്കു കഴിയും? എന്തെന്നാൽ അവൾ നിന്റെ മണവാളന്റെ മാതാവാണ്.
സ്ത്രീകളിൽ അതീവ വിശുദ്ധയും അനുഗ്രഹീതയുമായി തിരഞ്ഞെടുക്കപ്പെട്ടവൾ. ജന്മപാപമേശാത്ത അവൾ ഒരേ സമയം കന്യകയും എന്റെ ഏകജാതന്റെ ദിവ്യ മാതാവുമാണ്. അന്തസത്തയിൽ ദൈവത്വത്തിന്റെ പ്രകാശമായവൾ. അധികാരിയായ ഈ ഗുരുവിനെ അനുസരിക്കുക, അനുഗമിക്കുക. അവളുടെ അളവറ്റ മഹത്വത്തെ ഇടതടവില്ലാതെ ധ്യാനിക്കുക. അവൾ ദേവാലയത്തിൽ തന്നെ സമർപ്പിച്ച് ജീവിതം നയിച്ച രീതിയിലാണ് ക്രിസ്തുവിന്റെ മണവാട്ടികളായവർ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതെന്നും ഓർമ്മിക്കുക. പരിശുദ്ധ കന്യകാമറിയം ദേവാലയത്തിൽ നയിച്ച ജീവിതത്തെ ആധാരമാക്കി സർവേശ്വരൻ എനിക്കു നൽകിയ വിവരണവും ഉപദേശവും ഇപ്രകാരമായിരുന്നു. എന്നാൽ മറിയത്തിന്റെ സുകൃത ജീവിതത്തെപ്പറ്റി നാം കൂടുതലായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ അധ്യായത്തിൽ വിവരിച്ച ദൈവിക ദർശന പ്രാപ്തിക്കു ശേഷം അനുസരണത്തിൽ പൂർണ്ണമായും സമർപ്പിച്ച മറിയം ലൗകികമായവയെല്ലാം പരിത്യജിച്ച് താൻ ചെയ്യേണ്ട പ്രവൃത്തികൾ ആജ്ഞാപിക്കണമെന്നും അവ നിവർത്തിക്കാൻ തന്നെ സഹായിക്കണമെന്നും പുരോഹിതനോടും തന്റെ അധ്യാപികയോടും അഭ്യർത്ഥിച്ചു. അവർ തങ്ങൾക്ക് ഉന്നതങ്ങളിൽ നിന്നു ലഭിച്ച ദൈവിക ജ്ഞാനത്താൽ 3 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ദിവ്യ ശിശുവിനെ അവരുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. തദവസരത്തിൽ ഏറ്റവും താഴ്മയോടെ മുട്ടിന്മേലായിരുന്നു കൊണ്ട് സർവേശ്വരന്റെ പട്ടക്കാരനെയും തന്റെ ഗുരുവിനെയും ബഹുമാനത്തോടെയാണ് ഈ ശിശു സൂക്ഷിച്ചു വീക്ഷിച്ചതും അവരുമായി സംസാരിച്ചതും. പ്രധാന പുരോഹിതൻ അവളോട് ഇപ്രകാരം സംസാരിച്ചു: എന്റെ മകളെ, വളരെ ചെറുപ്പത്തിൽ തന്നെ അത്യുന്നത സർവേശ്വരൻ നിന്നെ തന്റെ ദേവാലയത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. അവിടുത്തോട് നന്ദിയുള്ളവളായിരിക്കുകയും പരിപൂർണ ഹൃദയത്തോടെ സത്യസന്ധതയോടെ അവിടുത്തെ സേവിക്കുന്നതിന് കൃപ യാചിക്കുകയും ചെയ്യുക. സകല പുണ്യങ്ങളും നന്മകളും ആർജിക്കുക. അതുവഴി ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഈ ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് അവ നിന്നെ രക്ഷിക്കും. നിന്റെ അധ്യാപികയായ അന്നായുടെ വാക്കുകൾ അനുസരിച്ച് പുണ്യങ്ങളിൽ വളരുക. അങ്ങനെ നിന്റെ തുടർ ജീവിതത്തിൽ പുണ്യങ്ങൾ ശീലിക്കാൻ നിനക്ക് എളുപ്പത്തിൽ സാധ്യമാകുകയും ചെയ്യും. സർവ അധികാരിയായ ദിവ്യശിശു ഇപ്രകാരം പ്രത്യുത്തരിച്ചു: സർവശക്തനായ ദൈവത്തിന്റെ പ്രതിപുരുഷനും അവിടുത്തെ സ്ഥാനക്കാരനുമായ അങ്ങ് എന്റെ ഗുരുവും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നോട് ആജ്ഞാപിക്കണമെന്നും അവ തെറ്റില്ലാതെ നിർവഹിക്കാൻ എന്നെ ഉപദേശിക്കണമെന്നും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സകല കാര്യങ്ങളിലും നിങ്ങളെ അനുസരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പുരോഹിത ശ്രേഷ്ഠനും തന്റെ ഗുരുവായ അന്നായ്ക്കും ഉന്നതങ്ങളിൽ നിന്ന് ഈ ദിവ്യ ശിശുവിനെ പ്രത്യേകമായി പരിചരിക്കണമെന്ന് ദൈവിക തെളിവ് ലഭിക്കുകയുണ്ടായി. ഈ സവിശേഷ വെളിപാടനുസരിച്ച് പരസ്പരം സംസാരിച്ച അവർ വിശുദ്ധ കൂദാശ രഹസ്യങ്ങൾ സമ്പൂർണമായി മനസ്സിലായിരുന്നില്ലെങ്കിലും ഈ ദിവ്യ ശിശുവിനെ സവിശേഷമായി സഹായിക്കാനും നയിക്കാനും തീരുമാനിച്ചു. ബാഹ്യമായ പ്രവൃത്തികളിൽ അവരുടെ പ്രത്യേക ശ്രദ്ധയും മേൽനോട്ടവും അവൾക്ക് ലഭിച്ചു. എങ്കിലും അവളുടെ ആന്തരികവും ആത്മീയവുമായ കാര്യങ്ങൾ അവരുടെ അറിവിന് അതീതമായിരുന്നു. അവയെല്ലാം സർവശക്തനായ ദൈവത്തിന്റെ നേരിട്ടുള്ള അനുഗ്രഹത്താലും പരിരക്ഷണത്താലുമായിരുന്നു. അപ്രകാരം സ്വർലോകരാജ്ഞി അനുക്ഷണം ഏറ്റവും ഉദാത്തവും ശ്രേഷ്ഠവുമായ സ്വർഗീയ നന്മകളിലും ദൈവിക പുണ്യങ്ങളിലും ആത്മീയ ജ്ഞാനത്തിലും വളർന്നുകൊണ്ടിരുന്നു. ദിവ്യ ശിശുവിന് പുരോഹിത ശ്രേഷ്ഠൻ നിയമങ്ങൾ നൽകി: എന്റെ മകളെ, ദൈവസ്തുതിക്കായി നടത്തുന്ന ഗാന ശുശ്രൂഷകളിൽ നീ പങ്കെടുക്കുക, അവിടുത്തെ ആരാധിക്കുക, അവിടുത്തേക്ക് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്യുക. ദൈവാലയത്തിന്റെയും ദൈവജനത്തിന്റെയും ആവശ്യങ്ങൾക്കായി അവിരാമം പ്രാർത്ഥിക്കുക. മിശിഹായുടെ ആഗമനത്തിനായി അപേക്ഷിക്കുക. രാത്രി 8 മണിക്ക് നിനക്ക് വിശ്രമിക്കാവുന്നതാണ്. സൂര്യോദയത്തിൽ ഉണർന്ന് 3-ാം യാമം വരെ രാവിലെ 9 മണി ദൈവത്തെ പ്രകീർത്തിക്കുക. 3-ാം യാമം മുതൽ വൈകുന്നേരം വരെ മാനുഷിക മേഖലകളിൽ ഏർപ്പെടുക. എന്തെന്നാൽ നീ സകല കാര്യങ്ങളിലും അറിവ് സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. ദിനചര്യകൾക്കു ശേഷം മിതമായി മാത്രം ഭക്ഷിക്കുക. ഭക്ഷണത്തിന്റെ ശേഷം നിന്റെ ഗുരുവിന്റെ ഉപദേശങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുക. ബാക്കി സമയം വിശുദ്ധ ലിഖിത പാരായണത്തിൽ ഏർപ്പെടുക. സകല കാര്യങ്ങളിലും നിന്റെ ഗുരുവിന് വിധേയയും അനുസരണാശീലവും എളിമയുള്ളവളായിരിക്കുകയും ചെയ്യുക. വിധേയത്വത്തിന്റെ വിശേഷ മാതൃകയായി മറിയം മുട്ടിന്മേലായിരുന്നു കൊണ്ട് മേൽപ്പട്ടക്കാരന്റെ ഉപദേശങ്ങൾ ശ്രവിക്കുകയും അവ പാലിക്കാൻ അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്തു. പുരോഹിത ശ്രേഷ്ഠന്റെയും അധ്യാപികയുടെയും കരങ്ങൾ ചുംബിച്ചുകൊണ്ട് ദിവ്യശിശു അവരുടെ ആജ്ഞകൾ പാലിക്കാൻ ദൃഢനിശ്ചയമെടുത്തു. അപ്രകാരം സകല നന്മകളുടെയും അധികാരിയായ മറിയം എല്ലാവരിലും താഴ്ന്നവളായി അവരെ എല്ലാ കാര്യങ്ങളിലും അനുസരിച്ചു.
ബാഹ്യമായ മറ്റു പല ശുശ്രൂഷാ വേലകളിലും ആജ്ഞാപിക്കപ്പെടാതിരുന്നിട്ടും അവൾ സ്വയം പങ്കെടുത്തു പോന്നു. പക്ഷേ സകലത്തിലും അവൾ തന്നെ പ്രധാന പുരോഹിതന് വിധേയയാക്കിയിരുന്നു. എന്തെന്നാൽ ദൈവേച്ഛ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ സംഭവ്യമാകുന്നത് അനുസരണം എന്ന മഹാപുണ്യത്തിലൂടെയാണെന്ന് കുഞ്ഞുമറിയത്തിന് അറിവുള്ളതായിരുന്നു. ഈ ഉദാഹരണത്തിൽ നിന്ന് സകല ആത്മാക്കളും, പ്രത്യേകിച്ച് സമർപ്പിത ജീവിതം നയിക്കുന്നവരും തങ്ങളുടെ മേൽപ്പട്ടക്കാരെ അനുസരിക്കുന്നത് എത്രയോ അഭികാമ്യമാണെന്ന് തിരിച്ചറിയട്ടെ. എന്തെന്നാൽ നമ്മുടെ ഇഷ്ടാനുസാരം ജീവിക്കുമ്പോൾ സ്വാർത്ഥ താൽപ്പര്യങ്ങളും പ്രലോഭനങ്ങളും നമ്മിൽ ഉളവാകുന്നു. മറിച്ച് അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ മേൽപ്പട്ടക്കാരിലൂടെ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുകയും അവിടത്തേക്ക് പ്രീതികരമാം വിധം ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. തന്നോട് ആജ്ഞാപിക്കപ്പെടാതിരുന്ന ജോലികളിൽ, അതായത് നിലം തുടയ്ക്കുക, പാത്രങ്ങൾ വൃത്തിയാക്കുക എന്നിവയിൽ ഏർപ്പെട്ടപ്പോൾ മറിയം മറ്റു കന്യകമാരേക്കാൾ വ്യത്യസ്തയായിരുന്നു. എന്തെന്നാൽ അപ്രകാരം ചെയ്തപ്പോഴെല്ലാം മറ്റുള്ളവരെ സേവിക്കാൻ തന്നെ അനുവദിക്കണമേ എന്ന് ദിവ്യശിശു പുരോഹിതനോട് അനുവാദം ചോദിച്ചിരുന്നു. ആദിജാതരായ ശിശുക്കൾക്ക് ഏറ്റവും ശ്രദ്ധയും ശ്രേഷ്ഠ സ്ഥാനവും നൽകപ്പെട്ടിരുന്നതിനാൽ ഇപ്രകാരമുള്ള ജോലികളിൽ സാധാരണയായി ഏർപ്പെട്ടിരുന്നില്ല. എങ്കിലും മറിയത്തിന്റെ എളിമയുടെ പാരമ്യത്താൽ അവളെ ഈ വിധ ജോലികളിൽ നിന്ന് പിന്തിരിപ്പിക്കുക അസാധ്യവുമായിരുന്നു. അത്യന്തം അനുസരണയും എളിമയും പ്രകടമാക്കിയിരുന്ന ദിവ്യശിശു തന്റെ ജോലികളും ശുശ്രൂഷാ കർമ്മങ്ങളും ശുഷ്കാന്തിയോടെ വളരെ വേഗം തീർക്കുകയും തുടർന്ന് മറ്റുള്ളവരെ അവരുടെ ജോലികളിലും വേലകളിലും സഹായിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്തു. ദൈവാലയത്തിലെ ചടങ്ങുകളെപ്പറ്റിയും ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റിയും ആത്മീയ വിജ്ഞാനത്തിന്റെ വെളിച്ചത്താൽ എല്ലാം വ്യക്തമായി അറിയാമായിരുന്നിട്ടും അറിവില്ലാത്ത ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നന്നായി പഠിക്കാൻ വളരെയധികം താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെറുതും വലുതുമായ എല്ലാ അനുഷ്ഠാനങ്ങളിലും മറിയം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. സ്വയം ചെറുതാക്കാനും മറ്റുള്ളവരുടെ അടിമയായിരിക്കാനും ഏറ്റവും താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്ന ദിവ്യശിശു എല്ലാ ദിവസവും തന്റെ ജോലികൾ കൃത്യമായി ചെയ്യേണ്ടതിന് അനുഗ്രഹം യാചിച്ചുകൊണ്ട് തന്റെ ഗുരുവിന്റെ കരങ്ങൾ ചുംബിക്കുമായിരുന്നു. അനുവദിച്ചിരുന്നപ്പോഴെല്ലാം തന്റെ ഗുരുവിന്റെ ചരണങ്ങളും ഈ ദിവ്യശിശു അത്യധികം എളിമയോടും ഭക്തി ആദരവുകളോടെയും ചുംബിച്ചിരുന്നു. സർവ്വ അധികാരിയായ രാജ്ഞി വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുകയും സുഹൃത്തുക്കളെ പോലും തന്റെ മേൽ അധികാരമുള്ളവരായി കണക്കാക്കുകയും ചെയ്തിരുന്നു. ചെറുതും ഹീനമായി കണക്കാക്കപ്പെടുകയും ചെയ്തിരുന്ന ജോലികളും വളരെ സന്നദ്ധതയോടെ ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു. ഇപ്രകാരം അവൾ അവരുടെയെല്ലാം ഹൃദയം കവർന്നു എന്ന് പറയാം. ഇതാണ് അത്യന്തം ആശ്ചര്യകരം. സ്വർഗങ്ങളുടെ രാജ്ഞി സ്ത്രീകളിൽ വളരെ താഴേക്കിടയിലുള്ളവരെ വളരെയധികം ശ്രദ്ധയോടെ ആദരിക്കുന്നു, അനുസരിക്കുന്നു. മേലധികാരികളെ പോലും അനുസരിക്കാൻ വൈഷമ്യം പ്രകടിപ്പിക്കുന്ന സാധാരണ മർത്യരായ നാം ഈ ദിവ്യശിശുവിനെ കണ്ടു പഠിക്കേണ്ടതാണെന്നത് സന്ദേഹമില്ലാത്ത വസ്തുതയാണ്. പ്രത്യേകിച്ച് സമർപ്പിത ജീവിതത്തിൽ സർവീശ്വരന് സ്വയം സമർപ്പിച്ചവർ സ്വന്തം താൽപ്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മേൽപ്പട്ടക്കാരെ അനുസരിക്കാൻ പിഴവു കാണിച്ച സന്ദർഭങ്ങളെ ഓർത്ത് ഖേദിക്കുക തന്നെ വേണം. ത്രിലോകരാജ്ഞിയുടെ എളിമയും എതിരഭിപ്രായമില്ലാത്ത അനുസരണവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചക്രവർത്തിനിയായ മറിയം തന്റെ മേലധികാരികളിൽ ദൈവത്തെ ദർശിച്ചു. അവരുടെ ഉപദേശങ്ങൾ അനുസരിച്ച് അവൾ സർവശക്തനായ സ്രഷ്ടാവിന്റെ ആജ്ഞകൾ അനുവർത്തിച്ചു. നാമും ഇപ്രകാരം തന്നെ തരം താഴ്ത്തുമ്പോൾ ദൈവ തിരുമുൻപിൽ വളരെയധികം ഉന്നതരാക്കപ്പെടുന്നു. സൗന്ദര്യം, പ്രഭ, കോമളത്വം, മര്യാദ എന്നീ വിശേഷ ഗുണങ്ങൾ പരിശുദ്ധ രാജ്ഞിയിൽ താരതമ്യം ചെയ്യാൻ സാധ്യമല്ലാത്ത രീതിയിൽ വിളങ്ങി പ്രശോഭിച്ചിരുന്നു. അവൾ മറ്റെല്ലാവരുടെയും സ്നേഹത്തിനും പുകഴ്ചയ്ക്കും പാത്രീഭൂതയായിരുന്നു. നിദ്രയിലും ഭക്ഷണത്തിലും പോലും ഏറ്റവുമധികം പക്വത അവൾ പ്രകടിപ്പിച്ചിരുന്നു. സകല കാര്യങ്ങളിലും ആവശ്യത്തിന് അധികമാകാത്ത വിധം ആയിരിക്കുവാൻ അവൾക്ക് സാധിച്ചിരുന്നു. അവളുടെ ശക്തി സാമർഥ്യങ്ങളുടെ വെളിച്ചത്താൽ നിദ്ര പൂർണ്ണമായി ഉപേക്ഷിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നു. എങ്കിലും അനുസരണത്തിന്റെ മകുട ഉദാഹരണമായ ഈ ദിവ്യശിശു ഗുരുക്കന്മാർ തന്നോട് കൽപ്പിച്ചു നിശ്ചയിച്ച സമയത്ത് തന്റെ ഇടവിടാത്ത ദൈവസ്തുതികൾക്ക് ഭംഗം വരാത്ത രീതിയിൽ ഉറങ്ങിയിരുന്നു. നിലത്ത് വളരെ സാധാരണമായ കിടക്കയിൽ ആയിരുന്നിട്ടും തന്നോടൊപ്പമുണ്ടായിരുന്ന ദൂതന്മാരെക്കാളും സെറാഫിം മാലാഖമാരെക്കാളും അധികമായി ദൈവസ്നേഹത്താൽ ജ്വലിക്കുകയും ദൈവിക ദർശന ഭാഗ്യത്താൽ നിർവൃതി അനുഭവിക്കുകയും ചെയ്തിരുന്നു. ദിവ്യശിശു തന്റെ ജോലികൾക്കും ശുശ്രൂഷകൾക്കും ആവശ്യമായ സമയം ക്രമപ്പെടുത്തി നിയോഗിച്ചിരുന്നു. പുരാതനമായ ലിഖിതങ്ങൾ വായിക്കുന്നതിന്
വളരെയധികം സമയം അവൾ ചെലവഴിച്ചിരുന്നു. വായിച്ചവയെല്ലാം ദൈവാനുഗ്രഹത്താൽ അവൾക്കു മനസ്സിലാക്കാൻ സാധിച്ചു. ഒന്നും അവൾക്ക് അഗ്രാഹ്യമായിരുന്നില്ല. തന്റെ അകമ്പടി സേവിക്കുന്ന ദൂതന്മാരോട് സംഭാഷണ വേളകളിൽ വളരെയധികം വിവേകത്തോടെയും ജ്ഞാനത്തോടെയും അവൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. തനിക്ക് വ്യക്തമാക്കപ്പെട്ട വിശുദ്ധ ലിഖിത സാരാംശങ്ങൾ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ വിശുദ്ധ ഗ്രന്ഥപുസ്തകങ്ങൾക്ക് വളരെയധികം അനുബന്ധങ്ങൾ ഉണ്ടാകുമായിരുന്നു. അവയിലൂടെ തിരുസഭ സൂക്ഷിച്ചിരിക്കുന്ന കൗദാശിക രഹസ്യങ്ങളുടെ അന്തരാർത്ഥങ്ങളും തിരുവെഴുത്തുകളുടെ കൂടുതൽ വ്യക്തമായ വിവരണങ്ങളും നമുക്ക് ലഭ്യമാകുമായിരുന്നു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എന്റെ മകളെ, മനുഷ്യ സ്വഭാവം വളരെ അപകടവും പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിരുത്സാഹപ്പെടുത്തുന്നതുമാണ്. എന്തെന്നാൽ അത് സർവശക്തിയോടെ കർമ്മം ചെയ്യാതിരിക്കാനും എപ്പോഴും വിശ്രമം അനുഭവിക്കാനുമാണ് യത്നിക്കുക. ആത്മാവ് അതിന്റെ മൃഗീയവും ജഡികവുമായ സ്വഭാവ സവിശേഷതകളെ ശ്രവിക്കുകയും അവയുടെ പ്രഭാവലയത്തിൽ അകപ്പെടുകയും ചെയ്യുമ്പോൾ യുക്തിയും വിവേകവും നശിക്കുകയും ഏറ്റവും ഹീനവും നികൃഷ്ടവുമായ അടിമത്തത്തിന്റെ അപകടത്തിൽപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഈ ദുരന്തം ഏറ്റവും ഭയാനകമാണ്. ദൈവം ഈ അവസ്ഥാവിശേഷത്തെ പൂർണ്ണമായി വെറുക്കുന്നു. ഈ അവസ്ഥയിൽ അവിടുത്തെ പട്ടക്കാരും സമർപ്പിതരും അകപ്പെടുന്നതിനെ അവിടുന്ന് അങ്ങേയറ്റം ദ്വേഷിക്കുന്നു. എന്തെന്നാൽ അവർ നന്മയിലും പുണ്യത്തിലും മികവുറ്റവരും ശ്രേഷ്ഠരുമാകേണ്ടവരാണ്. ആകയാൽ മോഹങ്ങളോടുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ അവർ തങ്ങളെ തന്നെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. തങ്ങളുടെ നിരുത്സാഹം കൊണ്ട് അടിക്കടി ഉണ്ടാകുന്ന പരാജയങ്ങൾ അവരെ അരാജകത്വത്തിലേക്ക് നയിക്കുന്നു. ഇവർ ബാഹ്യമായി ചെയ്തു കൂട്ടുന്ന ചില പുണ്യപ്രവൃത്തികളുടെ പേരിൽ തങ്ങൾ മലമറിക്കുകയാണെന്ന ഭാവം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ സാത്താൻ കൂടുതൽ പ്രലോഭനങ്ങളും ഇടർച്ചകളുമായി അവരെ സമീപിക്കുന്നു. മതപരമായ അനുഷ്ഠാനങ്ങൾ ബാഹ്യമായി ഭംഗിയായി ചെയ്യുമ്പോൾ ലഭിക്കുന്ന പ്രശംസയിൽ അവർ മതിമറക്കുന്നു. അവർ പുണ്യങ്ങൾ അവഗണിച്ച് തിന്മയ്ക്ക് തീരെഴുതി കൊടുക്കുന്നു. അതോടെ നിത്യസത്യമായ പുണ്യപ്രവൃത്തികളെക്കുറിച്ച് ആലോചിക്കാനുള്ള കഴിവ് പോലും അവർക്ക് നഷ്ടപ്പെടുന്നു. എന്റെ മകളെ, ഈ പാപത്തിൽ വീഴാതിരിക്കാൻ നിന്നെ തന്നെ സൂക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓർമ്മിക്കുക, മനഃപൂർവ്വം ഒരു ചെറിയ അപക്വത പ്രദർശിപ്പിക്കാൻ നമ്മുടെ നിരുത്സാഹം കാരണമാകുമ്പോൾ മറ്റു ലഘുപാപങ്ങൾക്കും ഘോരമാരക പാപങ്ങൾക്കും വഴിയൊരുങ്ങുന്നു. ഇപ്രകാരം ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക്, അവിടെ നിന്ന് നിത്യമായ പാപത്തിന്റെ അഗാധ ഗർത്തത്തിലേക്കായിരിക്കും നിപതിക്കുക. ഇത്തരമൊരു ദൗർഭാഗ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചെറുതെന്നു തോന്നിക്കുമെങ്കിലും ദുഷ്ടനെ അകറ്റാൻ കെൽപ്പുള്ള കൗദാശിക അനുഷ്ഠാനങ്ങളിൽ കൃത്യതയോടെ പങ്കെടുക്കാനും മനസ്സാക്ഷിയുടെ സംരക്ഷണ കവാടമായ വിശുദ്ധ ലിഖിതങ്ങളിൽ മനസ്സിരുത്താനും നിനക്ക് സാധിക്കണം. പുറമേയുള്ള സംരക്ഷണ വലയം ഭേദിക്കാൻ സാത്താന് അവസരം നൽകിയാൽ ആത്മാവിന്റെ കവചം അവന് എളുപ്പത്തിൽ തകർക്കാൻ നാം തന്നെ കാരണക്കാരാകും. അതായത്, ഉത്സാഹക്കുറവ് മൂലം സാധാരണയായി സംഭവിച്ചേക്കാവുന്ന ഒരു ചെറിയ തിന്മയുടെ ചെയ്തി പോലും ആത്മാവിനെ തന്റെ അധീനതയിൽ നിത്യനാശത്തിൽ എത്തിക്കുന്നതിന് സാത്താന് അവസരം ലഭിക്കും. ലഘുപാപങ്ങളാലും ചീത്ത ശീലങ്ങളാലും ദൈവകൃപയിൽ നിന്ന് നാം അകലുമ്പോൾ പ്രസാദവരം നഷ്ടമാക്കുന്ന നമ്മുടെ ആത്മാവിനെ യാതൊരു പ്രയാസമോ തടസ്സമോ എതിർപ്പോ കൂടാതെ തന്റെ വശത്താക്കാൻ സാത്താന് സാധ്യമാകുന്നുവെന്ന് മനസ്സിലാക്കി ജാഗരൂകരായിരിക്കുവിൻ.